ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AR ഗ്രീൻ കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാരസമാണ്. അതിന് വേണ്ടത് നല്ല പുളിപ്പ് കുറഞ്ഞ 2 പച്ചമാങ്ങയാണ്. അത് നന്നായിട്ട് തോല് ചെത്തി നമുക്ക് നല്ല കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് അവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിന് ശേഷം ഒരു പച്ചമുളക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസത്തിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി എടുക്കാം, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും. നമുക്ക് ഇവയെല്ലാം കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കടുക് ഇട്ടിട്ട് കടുക് പൊട്ടുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച വേല അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.